Welcome to another episode of Leap by IAS Factor. See, നമ്മൾ MCQs ൽ കൂടെ current affairs പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. So first question, with reference to parametric insurance, consider the following statements. So parametric insurance എന്ന് പറയുന്ന ഒരു വാക്ക് റീസെന്റ് ഹിന്ദുവിൽ വന്ന ഒരു വാക്കാണ്. അതായത് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വാക്കാണ് പാരാമെട്രിക് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം പാരാമെട്രിക് ഇൻഷുറൻസ് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് നോക്കാം. First statement, it pays out a pre-agreed amount based on the occurrence of a specific event, a measurable event. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെഷറബിൾ ഇവന്റ് സംഭവിക്കുമ്പോൾ പേ ചെയ്യുന്ന ഒരു പ്രീ അഗ്രീഡ് എമൗണ്ട് ആണ് എന്ന് പറയുന്നു പാരാമെട്രിക് ഇൻഷുറൻസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇറ്റ് റിക്വയർസ് എ ട്രഡീഷണൽ ലോസ് അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് ടു അസസ് ദി ആക്ച്വൽ ഡാമേജസ് ഇൻകേർഡ്. അപ്പം ആക്ച്വൽ ഡാമേജ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അറിയാൻ ട്രഡീഷണൽ ലോസ് അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ്സിൽ കൂടെ ഇത് കടന്നു പോകണം. മൂന്നാമത്തത്, ഇറ്റ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ റിസ്ക് വേർ ഡയറക്റ്റ് കോസേഷൻ ഈസ് ഈസിലി എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് മെഷേർഡ് സച്ച് എസ് പ്രോപ്പർട്ടി ഡാമേജ് ഫ്രം ഫയർ. മൂന്നാമത്തത്, ഡയറക്റ്റ് കോസേഷൻ ഈസിലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന റിസ്കുകളിലാണ് ഇത് കൂടുതലായിട്ടും ഈ പാരാമെട്രിക് ഇൻഷുറൻസ് ആപ്ലിക്കബിൾ ആവുക എന്നും പറയുന്നു. ഓക്കെ, ഇനി പാരാമെട്രിക് ഇൻഷുറൻസും നോർമൽ ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പാരാമെട്രിക്കും നോർമൽ ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. സി, ഞാൻ എൻ്റെ വീട് ഇൻഷുർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ, എൻ്റെ വീടൊരു എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയയിലാണെന്ന് കരുതുക. ഞാൻ വീട് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. രണ്ടിലും ഞാൻ ഓരോ ഇൻഷുറൻസ് എടുത്തു എന്ന് കരുതുക. ഒരു പാരാമെട്രിക് ഇൻഷുറൻസും നോർമൽ ഒരു ഇൻഷുറൻസും ഞാൻ എടുത്തു. സി, ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായി. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നോർമൽ ഇൻഷുറൻസിൽ എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം, അല്ലേ? അതായത് നമ്മൾ ആദ്യം ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും. എർത്ത് ക്വേക്ക് കാരണം എൻ്റെ വീടിന് ഇന്ന ഡാമേജസ് ഉണ്ടായിട്ടുണ്ട്, സോ ഇത്ര ലക്ഷം രൂപയുടെ ഡാമേജ് ആണെന്നാണ് കണക്ക് കൂട്ടുമ്പോൾ മനസ്സിലാവുന്നത് എന്നും പറഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. ആപ്ലിക്കേഷന് ശേഷം അവരെന്തെടുക്കും? അത് അസസ് ചെയ്യാനായിട്ട് അവർ ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടിനെ വിടും. ചിലപ്പോൾ എത്ര ഡാമേജ് ഉണ്ടായി എന്ന് കണ്ടുപിടിക്കാനായിട്ട് ആ ഫീൽഡിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയെ വിടും. ആ ഫീൽഡിലെ എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തി വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഡാമേജസ് നോക്കും. വീടിന് എന്തൊക്കെ ഡാമേജസ് ഉണ്ടായി, എത്രമാത്രം പൊട്ടലുണ്ടായി, എത്ര പെർസെൻറ്റേജ് മൊത്തത്തിൽ ഡാമേജ് ഉണ്ടായി, ഇങ്ങനെയൊക്കെ അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം അയാൾ ഒരു റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എത്ര പേയ്മെൻറ്റ് ഇഷ്യൂ ചെയ്യണം എന്നത് തീരുമാനിക്കുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുത്തേക്കുന്ന ആപ്ലിക്കേഷനകത്ത് ഒരു 5 lakhs കാണിച്ചേക്കുന്നത്. അയാൾ റിപ്പോർട്ട് കൊടുക്കുക, അവസാനം 5 lakhs ഡാമേജ് ഇല്ല, 3 lakhs ഉള്ളൂ. സോ ബേസിക്കലി എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? 3 lakhs എനിക്ക് കിട്ടത്തുള്ളൂ. എനിക്ക് ചിലപ്പോൾ 5 lakhs അതിൽ കൂടുതലോ ഡാമേജ് ഉണ്ടായിട്ടായിരിക്കും ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത്. മനസ്സിലായി? ഇപ്പം ഇങ്ങനെയാണ് നോർമൽ ഒരു ഇൻഷുറൻസ് പേ ഔട്ട് നടത്തുന്നത്. എന്നാൽ പാരാമെട്രിക് ഇൻഷുറൻസ് അങ്ങനല്ല, പേരിൽ തന്നെ കിടപ്പുണ്ട്. പാരാമെട്രിക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പാരാമീറ്റർ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻഷുറൻസ് പേ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ സെയിം കേസിൽ ഞാനിവിടെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ റിക്ടർ സ്കെയിലിൽ 6 മാഗ്നിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ, റിക്ടർ സ്കെയിലിൽ 6 മാഗ്നിറ്റ്യൂഡിലുള്ള എർത്ത് ക്വേക്ക് ആണെങ്കിൽ എനിക്ക് 5 lakhs പേയ്മെൻറ്റ് തരും. ഇങ്ങനെയാണ് പാരാമെട്രിക് ഇൻഷുറൻസിൽ നമ്മൾ ഇൻഷുർഡ് ആവുക. അതായത് ഒരു ഫിക്സഡ് പാരാമീറ്റർ നമ്മൾ സെറ്റ് ചെയ്യും. ഒരു ഫിക്സഡ്, ഇപ്പോൾ എർത്ത് ക്വേക്ക് ആയതുകൊണ്ട് എൻ്റെ വീട് എർത്ത് ക്വേക്കിൻ്റെ പേരിലാണ് ഇൻഷുറൻസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഫിക്സഡ് പാരാമീറ്ററാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ആ ഫിക്സഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 റിക്ടർ സ്കെയിലിൽ 6 മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്ന എർത്ത് ക്വേക്ക് ആണെങ്കിൽ 5 ലക്ഷം രൂപ എനിക്ക് തരും. ഇതാണ് ഇൻഷുറൻസ് കമ്പനിയും ഞാനും തമ്മിലുള്ള പാരാമെട്രിക് ഇൻഷുറൻസ്. ഇവിടെ ഡാമേജ് അസസ്മെൻ്റ് ഇല്ല. 6 റിക്ടർ സ്കെയിലിൽ 6 മാഗ്നിറ്റ്യൂഡ് എന്നുള്ളതാണ് പാരാമീറ്റർ. ആ പാരാമീറ്റർ മീറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക് പേ ഔട്ടാണ് അവിടെ നടക്കുക. ഞാൻ അപ്ലൈ ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് ഭയങ്കര നൂലാമാലകളിൽ കൂടെ കടന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായി? അവിടെ ഓട്ടോമാറ്റിക് പേ ഔട്ട് നടക്കും. റിക്ടർ സ്കെയിലിൽ 6 മാഗ്നിറ്റ്യൂഡിൽ ഒരു എർത്ത് ക്വേക്ക് എൻ്റെ സ്ഥലത്തുണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്കറിയാം ആ സ്ഥലത്ത് നിന്ന് ഇത്ര പേര് പാരാമെട്രിക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, 6ന് മുകളിലാണ് മാഗ്നിറ്റ്യൂഡ്. സോ എല്ലാവർക്കും ഓട്ടോമാറ്റിക് പേ ഔട്ടാണ്. അതും ആ ഫിക്സഡ് എമൗണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ പാരാമെട്രിക് ഇൻഷുറൻസും നോർമൽ ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ.
ഇനി നമുക്ക് നോക്കാം, നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് പേ ഔട്ട് എ പ്രീ അഗ്രീഡ് എമൗണ്ട് ബേസ്ഡ് ഓൺ ദി ഒക്കറൻസ് ഓഫ് എ സ്പെസിഫിക് ഇവന്റ്. ട്രൂ അല്ലേ? ഒരു നേരത്തെ നമ്മൾ പറഞ്ഞുറപ്പിച്ച തുക ഒരു സ്പെസിഫിക് ഇവന്റ് നടക്കുമ്പോൾ, അവിടെ ഡാമേജ് അസസ്മെന്റ് ഇല്ല. എന്താണ്, ഒരു ഇവന്റ് നടന്നു, ആ നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിന് ഡാമേജ് ഉണ്ടായോ, എത്ര ഡാമേജ് ഉണ്ടായി, അങ്ങനൊന്നുമല്ല നോക്കുന്നത്. ഇവന്റ് ഉണ്ടായി, അപ്പോൾ അവിടെ ആൾ ഇൻഷുർഡ് ആണ്, അതുകൊണ്ട് തന്നെ പ്രീ അഗ്രീഡ് എമൗണ്ട് കിട്ടുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ, ഇറ്റ് റിക്വയർസ് എ ട്രഡീഷണൽ ലോസ് അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രോസസ്സും ഇല്ല. ആക്ച്വൽ ഡാമേജ് മെഷർ ചെയ്യുന്നു പോലുമില്ല. നമ്മൾ ആക്ച്വൽ ഡാമേജ് മെഷർമെന്റ് നടത്തുന്നില്ല. അതാണല്ലോ പാരാമെട്രിക്കിലെ ഏറ്റവും വലിയ പോയിന്റ്. ആക്ച്വൽ ഡാമേജ് ഒന്നും നോക്കുന്നില്ല, പാരാമീറ്റർ മീറ്റ് ചെയ്തു, പേ ഔട്ട് നടത്തുന്നു. ആൻഡ് ഇറ്റ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ റിസ്ക് വെയർ ഡയറക്റ്റ് കോസേഷൻ ഈസ് ഈസിലി എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് മെഷേർഡ്, സച്ച് ആസ് പ്രോപ്പർട്ടി ഡാമേജ് ഫ്രം ഫയർ. അതായത് ഇറ്റ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ റിസ്ക് വെയർ ഡയറക്റ്റ് കോസേഷൻ ഈസ് ഈസിലി എസ്റ്റാബ്ലിഷ്ഡ്. അതായത് എൻ്റെ കേസിലാണെങ്കിൽ എർത്ത് ക്വേക്ക് കാരണമാണ് എൻ്റെ വീടിന് ഈ ഡാമേജ് ഉണ്ടായത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് വേണ്ടല്ലോ. ഞാൻ പറഞ്ഞു ആ ഒരു സംഭവം കാരണം എനിക്ക് ഡാമേജ് ഉണ്ടായി എന്ന് പോലും എനിക്ക് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ആവശ്യമില്ല. അതേസമയം നോർമൽ ഒരു ഇൻഷുറൻസ് പോളിസിയിലാണെങ്കിൽ അത് വേണം. ഇപ്പൊ വീട് ഡാമേജ് അസസ് ചെയ്യാൻ വരുന്നവർ നോക്കും. അപ്പോൾ അവർ തന്നെ പറയും, ഇപ്പൊ വീടിനൊരു വിള്ളൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പറയാം ഇതിപ്പോഴത്തെ വിള്ളലൊന്നും അല്ല, ഇത് പഴയ വിള്ളലാണെന്ന് പറയും. മനസ്സിലായി? അവർക്ക് എത്രമാത്രം ഇതിനകത്തുനിന്ന് ഒഴിവാക്കാൻ പറ്റുമോ അത്രയും മാത്രം അവർ ശ്രമിക്കും. അപ്പം ഡയറക്റ്റ് എർത്ത് ക്വേക്ക് കാരണമാണത് ആ ഡാമേജ് ഉണ്ടായത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു കൊടുക്കേണ്ടത് നോർമൽ ഒരു ഇൻഷുറൻസിലാണ്, പാരാമെട്രിക് ഇൻഷുറൻസിലല്ല. സോ ഓപ്ഷൻ 3 ഈസ് ഓൾസോ റോങ്. മനസ്സിലായോ? അപ്പം സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, 1 only. Then moving on to the next one. ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫാക്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഫ്രം സയൻസ് ആൻഡ് ടെക്നോളജി, ഓൾട്ടർ മാഗ്നറ്റ്സ്. കുറച്ച് ദിവസം മുൻപ് ഉണ്ടായിരുന്ന ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ന്യൂസ് ആണ് ഓൾട്ടർ മാഗ്നറ്റ്സിനെ കുറിച്ച്. ഓക്കെ, അതൊരു പുതിയ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. ഓൾട്ടർ മാഗ്നറ്റ്സിന്റെ ഒരു ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പോകുന്ന വലിയൊരു കണ്ടുപിടുത്തമാണ് നടന്നിരിക്കുന്നത്. ഒരു പുതിയൊരു ഓൾട്ടർ മാഗ്നറ്റ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ആ ന്യൂസ് വന്നിട്ടുള്ളത്. സോ നമ്മളിവിടെ പഠിക്കുന്ന ഓൾട്ടർ മാഗ്നറ്റ്സ് എന്താണെന്നുള്ളതാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Alter magnets enjoy the best properties of both ferromagnets and anti-ferromagnets. അതായത് ഫെറോമാഗ്നറ്റ്സും ആന്റി ഫെറോമാഗ്നറ്റ്സും കാണിക്കുന്ന എല്ലാ ബെസ്റ്റ് പ്രോപ്പർട്ടീസും ഓൾട്ടർ മാഗ്നറ്റ്സിനുണ്ട് എന്ന് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. രണ്ടാമത്തേത്, ഓൾട്ടർ മാഗ്നറ്റ്സ് ഡു നോട്ട് ഷോ എനി നെറ്റ് മാഗ്നറ്റിസം എക്സ്റ്റേണലി. അതായത് നോർമൽ മാഗ്നറ്റിനെ പോലൊക്കെ പുറത്ത് മാഗ്നറ്റിസം കാണിക്കത്തില്ല. ഇപ്പം നമ്മൾ നോർമൽ മാഗ്നറ്റ്, ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഫ്രിഡ്ജ് കൊണ്ടുവച്ചാൽ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അതേപോലൊക്കെ എക്സ്റ്റേണലി ഒരു മാഗ്നറ്റിസം ഓൾട്ടർ മാഗ്നറ്റ്സ് കാണിക്കത്തില്ല എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ക്രോമിയം ആന്റിമൊണൈഡ് ആൻഡ് നൈട്രജൻ ഡയോക്സൈഡ് ഷോസ് റിമാർക്കബിൾ ഓൾട്ടർ മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് 2 അറിയത്തില്ലെങ്കിൽ കൂടെയും തേർഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരു ക്ലൂ അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ക്രോമിയം ആന്റിമൊണൈഡ് അറിയണം എന്നില്ല, പക്ഷെ നൈട്രജൻ ഡയോക്സൈഡ് നിങ്ങൾക്കറിയാം. നൈട്രജൻ ഡയോക്സൈഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. എൻവയൺമെന്റ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഇറ്റ് ഈസ് എ പൊല്യൂട്ടന്റ്. ഒരു പൊല്യൂട്ടന്റ് ആയിട്ടുള്ള ഗ്യാസ് ആണ് എന്ത്? നൈട്രജൻ ഡയോക്സൈഡ് എന്ന് നമുക്കറിയാം. സോ അങ്ങനെയുള്ള ഒരു സാധനം യാതൊരുവിധ തരത്തിലും ഒരു മാഗ്നറ്റിസം കാണിക്കണം എന്നില്ലല്ലോ. യാതൊരുവിധ തരത്തിലും ഒരു മാഗ്നറ്റിസം കാണിക്കില്ല. മനസ്സിലായില്ലേ? നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു പൊല്യൂട്ടന്റ് ഗ്യാസ് ആണ്. അത് യാതൊരുവിധ തരത്തിലും ഒരു മാഗ്നറ്റിസം കാണിക്കാൻ ഒരു സ്കോപ്പ് ഇല്ല. സോ നമ്മൾ 3 എലിമിനേറ്റ് ചെയ്യുമ്പോൾ 2 3 only 1 2 3 we get 1 and 2 as the right answer. സോ ഓൾട്ടർ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിന്റെ, ബോത്ത് ഫെറോമാഗ്നറ്റിന്റെയും ആന്റി ഫെറോമാഗ്നറ്റിന്റെയും എല്ലാ പ്രോപ്പർട്ടിയും കാണിക്കുമെങ്കിലും അതിന് എക്സ്റ്റേണലി മാഗ്നറ്റിസം അത് കാണിക്കത്തില്ല. മനസ്സിലായി? എക്സ്റ്റേണൽ മാഗ്നറ്റിസം അതിനില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രിഡ്ജിൽ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഓൾട്ടർ മാഗ്നറ്റ് ആണെങ്കിൽ അങ്ങനത്തെ പ്രോപ്പർട്ടി അത് എസ്റ്റാബ്ലിഷ് ചെയ്യത്തില്ല. ക്ലിയർ ആയോ? അപ്പൊ എങ്ങനെയാണ് ഇതിന് മാഗ്നറ്റിസം വരുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഇലക്ട്രോൺ ബിഹേവിയർ കാരണമാണ്. ഇലക്ട്രോൺസിന്റെ പെർട്ടിക്കുലർ സ്പിൻ കാരണമാണ് അതിന്
മാഗ്നറ്റിക് ബിഹേവിയർ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സ്പിൻട്രോണിക്സ് പോലൊക്കെയുള്ള ഇനി വരുന്ന കാലത്തെ മോഡേൺ ഏജ് ടെക്നോളജീസിൽ ഭയങ്കര ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആൾട്ടർ മാഗ്നറ്റ്സിന്. ഇനി ന്യൂസിലുണ്ടായിരുന്ന കാര്യമാണ് ഇത് CRSB. ഇതാണ് ക്രോമിയം ആന്റിമോണൈഡ് എന്ന് പറയുന്ന കാര്യം. ക്രോമിയം ആന്റിമോണൈഡ് എന്ന് പറയുന്ന കാര്യമാണ് CRSB. ക്രോമിയവും ആന്റിമണിയും ചേർന്നിട്ടുള്ള ഒരു കോമ്പൗണ്ട്, അതാണ് ക്രോമിയം ആന്റിമോണൈഡ്. ഈ ക്രോമിയം ആന്റിമോണൈഡ് ഒരു ആൾട്ടർ മാഗ്നറ്റ് ആണ്. അതായിരുന്നു നമ്മുടെ ന്യൂസിലുണ്ടായിരുന്ന കാര്യം. അതായത് ക്രോമിയം ആന്റിമോണൈഡ് ഈ ആൾട്ടർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എന്താ ഒരു ഫസ്റ്റ് ആൾട്ടർ മാഗ്നറ്റ് ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ആൾട്ടർ മാഗ്നറ്റ് ആണ് ക്രോമിയം ആന്റിമോണൈഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം എർത്ത് അബണ്ടന്റ് ആൻഡ് നോൺ ടോക്സിക് മെറ്റീരിയൽസ്. കണ്ടോ, ഇതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അവിടെയാണ് ഇരിക്കുന്നത്. ഇതൊരു ക്രിട്ടിക്കൽ മിനറലിൽ നിന്നല്ല ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ട ക്രോമിയവും ആന്റിമണിയും എർത്തിൽ അബണ്ടന്റ് ആയിട്ടുണ്ട്. മാത്രമല്ല അത് നോൺ ടോക്സിക്കുമാണ്. സോ ഫ്യൂച്ചർ ഇലക്ട്രോണിക്സിൽ, ഇപ്പോഴത്തെ ഇലക്ട്രോണിക്സ് ഒക്കെ നമുക്കറിയാം, ആഴ്സനിക് പോലത്തെ ടോക്സിക് സബ്സ്റ്റൻസസ് ഒരുപാടുണ്ട്. കാഡ്മിയം ഉണ്ട്, ആഴ്സനിക് ഉണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ CRSBക്കകത്ത് ഉള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് നോൺ ടോക്സിക്കുമാണ്, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനവുമാണ്. സോ ഫ്യൂച്ചർ ഇലക്ട്രോണിക്സിന്റെ ഫ്യൂച്ചർ ഈ ആൾട്ടർ മാഗ്നറ്റ്സിലാണ് ഇരിക്കുന്നത് എന്നാണ് സയന്റിഫിക് വേൾഡ് പറയുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു സൊല്യൂഷൻ ആയിട്ട് CRSB, അതായത് ക്രോമിയം ആന്റിമോണൈഡ്, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആൻസർ ഈസ് 1 and 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. UPSC ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എണ്ണമാണ്. വിച്ച് ഓഫ് ദീസ് സ്നേക്സ് ആർ റെഗുലർലി ടേംഡ് ആസ് ബിഗ് ഫോർ, ദി സ്പീഷീസ് റെസ്പോൺസിബിൾ ഫോർ മെജോറിറ്റി ഓഫ് സ്നേക്ക് ബൈറ്റ് ഫെയ്റ്റാലിറ്റീസ് ഇൻ ഇന്ത്യ? അതായത് പാമ്പുകടി കാരണം ഉണ്ടാകുന്ന ഫെയ്റ്റാലിറ്റീസ്, മരണങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന സ്നേക്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. സോ ഇവിടെ 5 സ്നേക്സിന്റെ പേര് തന്നിട്ടുണ്ട്. ഇതിൽ 4 എണ്ണമാണ് ഇന്ത്യയിൽ ബിഗ് ഫോർ എന്നറിയപ്പെടുന്നത്. അതായത് ഈ 4 എണ്ണത്തിന്റെ എൻവെനമേഷൻ, കടി കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ വിഷം ശരീരത്തിലേക്ക് കയറുമ്പോഴാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്തുണ്ടാകുന്നത്, മരണം ഉണ്ടാകുന്നത്. ഫസ്റ്റ് റസൽസ് വൈപ്പർ, സെക്കൻഡ് സ്പെക്ടക്കിൾഡ് കോബ്ര അല്ലെങ്കിൽ ഇന്ത്യൻ കോബ്ര, നമ്മുടെ സാധാരണ മൂർഖൻ. തേർഡ് വൺ കിങ് കോബ്ര, ഫോർത്ത് കോമൺ ക്രൈറ്റ്, ഫിഫ്ത്ത് സോ സ്കെയിൽഡ് വൈപ്പർ. ഇതിൽ 4 എണ്ണമാണ് നമ്മളുടെ ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന സ്നേക്സ്. ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ഈസി ആയിട്ട്. അതായത് തേർഡ് വൺ കിങ് കോബ്രയെ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. കിങ് കോബ്ര പോയിസ്നസ് ആണ്. കിങ് കോബ്രയുടെ വേണം പോയിസ്നസ് ആണ്. മാത്രമല്ല കിങ് കോബ്രയാണ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെനം ഇൻജെക്ട് ചെയ്യുന്ന സ്നേക്ക്. കിങ് കോബ്രയുടെ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, കിങ് കോബ്രയുടെ എൻവെനമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ആളുകൾ തട്ടിപ്പോവും. പക്ഷേ ഇന്ത്യയിൽ കിങ് കോബ്രയുടെ അറ്റാക്ക് അങ്ങനെ ഉണ്ടാവാറില്ല എഗൻസ്റ്റ് ഹ്യൂമൻസ്. കാരണം കിങ് കോബ്ര കൂടുതലും നല്ല ഫോറസ്റ്റഡ് ഏരിയാസിലാണ് കാണുന്നത്. ഇത് നാട്ടിലൊത്തൊന്നും വളരെ റെയർ ആയിട്ട് ഇറങ്ങാറുള്ളൂ. ഇറങ്ങിയാൽ തന്നെ ഇതിന്റെ എൻവെനമേഷൻസ് മീൻസ് ബൈറ്റ് അധികം ഉണ്ടായിട്ടില്ല. ഉണ്ടായാൽ ആൾ തട്ടിപ്പോവും, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ കിങ് കോബ്രയെ ഇതിൽ നിന്നും നമുക്ക് ഒഴിവാക്കണം. പക്ഷെ ബാക്കിയുള്ള 4 എണ്ണവും നമ്മളുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്ന പാമ്പുകളാണ്. 4 എണ്ണവും അത്യാവശ്യം ബൈറ്റ് ചെയ്യുകയും ഫെയ്റ്റാലിറ്റീസ് ഉണ്ടാക്കുക, അത്യാവശ്യമല്ല നല്ല രീതിയിൽ ബൈറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ ഫെയ്റ്റാലിറ്റീസ് ഉണ്ടാക്കുകയും ചെയ്യുന്ന സ്നേക്ക് സ്പീഷീസ് ആണ്. ഇതിനകത്തിന് റസൽസ് വൈപ്പർ നമുക്കറിയാമല്ലോ, അണലി ഭയങ്കര എന്താ പറയേണ്ടത്, അറ്റാക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ കോബ്ര, സ്പെക്ടക്കിൾ കോബ്ര അല്ലെങ്കിൽ കിങ് കോബ്ര അത്രയില്ല. പക്ഷേ റസൽസ് വൈപ്പർ, അണലി എന്ന് പറയുന്ന സാധനം അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്ത് കളയും. സോ ദി ആൻസർ ഈസ് 3 ഉള്ള ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ദാറ്റ് മീൻസ് 1, 2, 4 and 5 ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി ഇത് എന്തുകൊണ്ട് വന്നു ന്യൂസിൽ എന്ന് ചോദിച്ചാൽ, സ്നേക്ക് ബൈറ്റ് എൻവെനമിങ്ങിനെ ഒരു നോട്ടിഫയബിൾ ഡിസീസ് ആക്കണം എന്ന് കേന്ദ്ര സർക്കാർ എല്ലാ സ്റ്റേറ്റ്സിനോടും പറഞ്ഞിട്ടുണ്ട്. സ്നേക്ക് ബൈറ്റ് നോട്ടിഫയബിൾ ഡിസീസ് ആക്കി മാറ്റണം. പക്ഷെ കേരളം പോലൊക്കെ ചില സംസ്ഥാനങ്ങൾ അതിനുവേണ്ടി ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. മനസ്സിലായി? കേരളം പോലൊക്കെയുള്ള ചില സംസ്ഥാനങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു നടപടി ഇവിടെ എടുത്തിട്ടില്ല. അതിനെക്കുറിച്ചിട്ടാണ് ന്യൂസ് വന്നിട്ടുള്ളത്.
അപ്പം സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത് നാപ്സ് കണ്ടോ, അതായത് നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സ്നേക്ക് ബൈറ്റ് എൻവെനമിങ് ഇൻ ഇന്ത്യ, അതാണ് നാപ്സിന്റെ ഫുൾ ഫോം. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സ്നേക്ക് ബൈറ്റ് എൻവെനമിങ്, അതായത് പാമ്പടിയിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു നാഷണൽ പ്രോഗ്രാമാണ് നാപ്സ് എന്ന് പറയുന്നത്. നാപ്സിന് കീഴിൽ എല്ലാ സ്റ്റേറ്റ്സും എന്താ സ്നേക്ക് ബൈറ്റിനെ നോട്ടിഫയബിൾ ഇവന്റ് അല്ലെങ്കിൽ നോട്ടിഫയബിൾ ഡിസീസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതാണ്. പക്ഷെ പല സംസ്ഥാനങ്ങളും, കേരളം ഉൾപ്പെടുന്ന പല സംസ്ഥാനങ്ങളും അത് ചെയ്തിട്ടില്ല. ഇതാണ് റീസൺ ഇത് ന്യൂസിൽ വരാൻ. ഇനി അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളോട് നമ്മൾ നോക്കണം. സ്നേക്ക് ബൈറ്റ് എൻവെനമിങ് ഇസ് എ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ്. ട്രോപ്പിക്കൽ റീജിയൻസിൽ, ട്രോപ്പിക്കൽ കൺട്രീസിൽ കണ്ടുവരുന്ന, കോമൺ ആയിട്ട് കണ്ടുവരുന്ന, എന്നാൽ ഇന്റർനാഷണലി വലിയ റിസർച്ച് ഒന്നും നടത്താത്ത, അതുകൊണ്ടാണ് ഞാൻ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസിൽ പെടുന്നതാണ് എന്ത്, സ്നേക്ക് ബൈറ്റ് എൻവെനമിങ്, അതായത് പാമ്പ് കടി. ഇത് കൂടാതെ ആന്റി സ്നേക്ക് വെനം ഒരു എസെൻഷ്യൽ ഡ്രഗ് ആയിട്ടും നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ ആന്റി സ്നേക്ക് വെനം ഒരു എസെൻഷ്യൽ ഡ്രഗ് ആണ് കേട്ടോ, അതും മറന്നു പോകരുത്. അപ്പം എസെൻഷ്യൽ ഡ്രഗ് ആയിട്ട് ആന്റി സ്നേക്ക് വെനമിന്, അതായത് ബേസിക് ഹെൽത്ത് ഫെസിലിറ്റീസിൽ എല്ലായിടത്തും ഈ ആന്റി സ്നേക്ക് വെനം ഉണ്ടായിരിക്കണം. അതാണ് എസെൻഷ്യൽ ഡ്രഗിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ആവശ്യമായിട്ടുള്ള ഡ്രഗ്സിന്റെ കൂട്ടത്തിൽ, അവശ്യ മരുന്നുകളുടെ കൂട്ടത്തിൽ ഇതിനെ ഉൾപ്പെടുത്തുന്നതിന്റെ റീസൺ അതാ. എല്ലാ ബേസിക് ഹെൽത്ത് ഫെസിലിറ്റീസിലും, സർക്കാരിന്റെ എല്ലാ ബേസിക് ഹെൽത്ത് ഫെസിലിറ്റീസിലും എന്തുണ്ടാവണം, ആന്റി സ്നേക്ക് വെനം ഉണ്ടാവണം എന്നാണ് നാഷണൽ ഹെൽത്ത് മിഷൻ പറയുന്നത്. പക്ഷെ പലയിടത്തും അതില്ല, അത് റിയാലിറ്റി. പക്ഷെ നമുക്ക് പഠിച്ചിരിക്കണം, ഒന്ന് സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത് നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് ആണ്, അതൊരു നോട്ടിഫയബിൾ ഇവന്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആന്റി സ്നേക്ക് വെനം ഒരു എസെൻഷ്യൽ ഡ്രഗും കൂടെയാണ്. നെക്സ്റ്റ് വൺ റിലേറ്റഡ് ടു എൻവയോൺമെന്റ് ആണ്. അഗെയിൻ ഗ്ലോമിസ് എന്ന് പറയുന്നത് ഒരു ഡേറ്റാബേസ് ആണ്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. സോ പ്ലെയിൻ ഡയറക്റ്റ് ചോദ്യമാണ്. ഗ്ലോമിസ് ഈസ് റിലേറ്റഡ് ടു മാംഗ്രോവ്സ്. ഗ്ലോമിസിന്റെ ഫുൾ ഫോം തന്നെ ഗ്ലോബൽ മാംഗ്രോവ് ഡേറ്റാബേസ് ആൻഡ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്നാണ്. ഗ്ലോബൽ മാംഗ്രോവ് ഡേറ്റാബേസ് ആൻഡ് ഇൻഫോർമേഷൻ സിസ്റ്റം. സോ ഇത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ മാംഗ്രോവ് എക്കോസിസ്റ്റംസ് വിവിധ ഓർഗനൈസേഷൻസിന്റെ സപ്പോർട്ടോടു കൂടി നടത്തുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റാബേസ് ആണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജപ്പാനിലെ ഒക്കിനാവ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ത്യയിൽ അതിനൊരു റീജിയണൽ സെന്റർ ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ ആയിട്ടുള്ള MS സ്വാമിനാഥൻ ഈ ഗ്ലോമിസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സിഗ്നിഫിക്കന്റ് റോൾ വഹിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് ന്യൂസ് ശരിക്കും വന്നിട്ടുള്ളത്. സോ ഗ്ലോമിസ് എന്ന് പറയുന്നത് മാംഗ്രോവിന്റെ ഡേറ്റാബേസ് ആണ്, ഇന്റർനാഷണൽ ഡേറ്റാബേസ് ആണ്. അതിലേക്ക് ഈ ഗ്ലോമിസ് ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ നമ്മുടെ ഡോക്ടർ MS സ്വാമിനാഥൻ, ഫാദർ ഓഫ് ഇന്ത്യസ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗ്ലോമിസിലേക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മാംഗ്രോവ് എക്കോസിസ്റ്റം റിസ്റ്റോർ ചെയ്യാനായിട്ട് അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സോ ഗ്ലോമിസ് ഇസ് റിലേറ്റഡ് ടു മാംഗ്രോവ്സ്, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. Then next one is downstream investment, again from economy. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എക്കണോമിയിൽ ധാരാളം ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ്, ഫാക്ട്സ് അല്ലെങ്കിൽ ന്യൂ ടേംസ്, ടെർമിനോളജീസ് ഇതൊക്കെ ഹിന്ദുവിൽ വരുന്നുണ്ട്. ഞാനിപ്പം നമ്മൾ ഈ സീരീസിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ദി ഹിന്ദുവിൽ വന്നിട്ടുള്ളതാണ്. മനസ്സിലായത്? ദി ഹിന്ദു ന്യൂസ് പേപ്പറിൽ, ഡിജിറ്റലും അല്ല ഞാൻ പറയുന്നത്, ദി ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ലീപ്പ് സീരീസിൽ ഫുള്ള് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കൂടാതെ ചിലത് മറ്റ് ചില സൈറ്റ്സിൽ നിന്നും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിൻഡായി ആവാം, അല്ലെങ്കിൽ PIB ആവാം, അങ്ങനെ ഇടത്തു നിന്നും വരുന്നുണ്ട്. എന്നാലും മെജോറിറ്റിയും ദി ഹിന്ദുവിൽ നിന്നും വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതും അതുപോലെ കാണാം, ദി ഡൗൺ സ്ട്രീം ഇൻവെസ്റ്റ്മെന്റ്. അപ്പം ഇതിലേതാണ് 4 ഓപ്ഷൻസ് തന്നിട്ട്, ഇതിലേതാണ് ഡൗൺ സ്ട്രീം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കാര്യത്തിന്റെ ബെസ്റ്റ് ഡെഫിനിഷൻ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കാം. An investment made by an Indian entity having total foreign investment in the capital instruments of another Indian entity. കൺഫ്യൂസിങ് ആണല്ലേ? ഈ സെയിം സ്റ്റൈലിൽ UPSC എത്രയോ തവണ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, പൂർണ്ണമായും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ഇന്ത്യൻ കമ്പനി മറ്റൊരു ഇന്ത്യൻ കമ്പനിയുടെ ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡൗൺ സ്ട്രീം ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ ബി പറയുന്നു, an investment made by an Indian entity into the debt instruments of a foreign entity. അതായത് ഒരു ഇന്ത്യൻ എൻറ്റിറ്റി ഒരു വിദേശ എൻറ്റിറ്റിയുടെ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ, കടപ്പത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു.
ഓപ്ഷൻ സി പറയുന്നു ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ആൻ ഹോളി ഇന്ത്യൻ ഓൺഡ് എൻറ്റിറ്റി ഇൻ ദി നോൺ ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ് ഓഫ് അനദർ ഇന്ത്യൻ എൻറ്റിറ്റി. അതായത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഓണർഷിപ്പിലുള്ള ഒരു കമ്പനി മറ്റൊരു ഇന്ത്യൻ കമ്പനിയുടെ നോൺ ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു an investment made by a foreign entity directly into the capital investment instrument of an Indian entity. അതായത് ഒരു കംപ്ലീറ്റ്ലി ഒരു ഫോറിൻ കമ്പനി വന്നിട്ട് ഇന്ത്യൻ കമ്പനിയുടെ ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡി നമുക്ക് മനസ്സിലാവും. ഡി എന്താണ്? അതൊരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റോ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലേ? ബേസിക്കലി ഇപ്പോൾ 10% മുകളിലാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ അതൊരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി എ എലിമിനേറ്റ് ചെയ്യാം. ഇനി ബാക്കി എലിമിനേറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല. 1 out of 3 is the right answer and the right answer is option A. ഓപ്ഷൻ എ, അതായത് ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഫുള്ളി മേടിച്ചിട്ടുള്ള, ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. എ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് എന്ന് കരുതുക. ഇതിൽ കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റും ആരാണ് നടത്തിയിട്ടുള്ളത്? ഒരു ഫോറിൻ കമ്പനിയാണ്. അതായത് എ എന്ന് പറയുന്നതിന്റെ 100% ഒരു ഫോറിൻ കമ്പനിയുടെ കയ്യിലാണ് എന്ന് കരുതുക. ഇവിടെ ബി എന്ന് പറയുന്ന കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് ഷെയർ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ് ആണല്ലോ. ഈ കമ്പനിയുടെ ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള ഷെയർസിൽ അല്ലെങ്കിൽ ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡൗൺ സ്ട്രീം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഫുള്ളി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ഇന്ത്യൻ കമ്പനി മറ്റൊരു ഇന്ത്യൻ കമ്പനിയുടെ ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ആ ഇൻവെസ്റ്റ്മെന്റിനെയാണ് ഡൗൺ സ്ട്രീം ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. അതായത് കമ്പനി എ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി 100% ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ള കമ്പനിയാണ്. ഇതൊരു ഇന്ത്യൻ കമ്പനിയാണ്. ഓക്കെ, പക്ഷെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ബി എന്ന് പറയുന്ന മറ്റൊരു ഇന്ത്യൻ കമ്പനി അതിലേക്ക് അതിന്റെ ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റ്സ്, ഫോർ എക്സാമ്പിൾ ഷെയർ മേടിക്കുന്നു എന്ന് കരുതുക. ഷെയർ മേടിക്കുക എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഇൻസ്ട്രുമെന്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണല്ലോ. അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡൗൺ സ്ട്രീം ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇന്ത്യയിൽ ഡൗൺ സ്ട്രീം ഇൻവെസ്റ്റ്മെന്റ് റെഗുലേറ്റ് ചെയ്യുന്നത് ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഓഫ് 1999, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് റൂൾസ് ഓഫ് 2009, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് റെഗുലേഷൻസ് ആൻഡ് FDI പോളിസി ആൻഡ് മാസ്റ്റർ ഡയറക്ഷൻ ഓൺ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ ഡൗൺ സ്ട്രീം ഇൻവെസ്റ്റ്മെന്റിനെ ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ധാരാളം എക്കണോമി ആൻഡ് എൻവയോൺമെന്റ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ഈയിടെയായിട്ട് ന്യൂസിൽ വരുന്നുണ്ട്, ശ്രദ്ധിക്കുക.